ഉത്തമ, ആ അന്നാ വെറുതെയോ? ഞാൻ നിന്നെ കാണാനിരിക്കായിരുന്നു. ആ എന്താ പ്രത്യേകിച്ച്? എന്റെയും ജാനകിയുടെ അതിർത്തിയിൽ ഒരു പ്രശ്നമുണ്ട്. അത് ഉത്തമനായിട്ടൊന്ന് പരിഹരിച്ചു തരണം. അതിർത്തിയിലെ പ്രശ്നം പരിഹരിക്കാൻ ഞാനാരാ, ഡൊണാൾഡ് ട്രംപാ? എന്താ പ്രശ്നം? ജാനകിയുടെ പറമ്പിലേ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട്. അതിന്റെ കൊമ്പും ചെല്ലും മുഴുവനും എൻ്റെ പറമ്പിലാ. അതിന്റെ ഇല വീണിട്ട് എനിക്ക് വളരെ ശല്യമായിട്ട് നിൽക്കുകയാണ്. അത് ഉത്തമനായിട്ട് ഒന്ന് പരിഹരിച്ചു തരണം. അല്ലെങ്കിലേ ഭാവിയിൽ നമ്മളായിട്ട് തല്ലുടേണ്ടി വരും. അതെന്തിനാ അങ്ങനെ? ജാനകിയുടെ മോളെ ഉത്തമം നോക്കണത് നാട്ടിലൊക്കെ പാട്ടാ. നാളെ ജാനകിയുടെ മോളേനെ കല്യാണം കഴിച്ച് മരുവനായിട്ട് വരുമ്പോ ഈ പേരും പറഞ്ഞ് നമ്മള് തമ്മില് വഴക്കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ പാര പറഞ്ഞ? അതൊക്കെ എനിക്കറിയാം ഉത്തമ. എന്താ ഉത്തമം പേർക്കണേ? അല്ല അന്നാമേടത്ത് ഈ ലോകാരോഗ്യ സംഘടന കേട്ടിട്ടുണ്ടാ? ഇല്ല. ഇല്ലേ? ഞാൻ മാതൃവേദി സംഘടന മാത്രമേ എനിക്കറിയൂ. അങ്ങനെ ഒരു സംഘടനയുണ്ട്. അപ്പൊ ഈ ലോകാരോഗ്യ സംഘടനയുടെ തലവനായ ഡോക്ടർ അബ്രഹാം ഖുറേഷി പറയണത് സ്ത്രീകള് അരമണിക്കൂർ ദിവസവും രാവിലെയും വൈകിട്ടും ചൂലെടുത്ത് അടിച്ചു വരണമെന്നാണ്. അത് ഒരുപാട് ശരീരത്തിന് ഉപകാരം ചെയ്യുന്നതാണ് പഠന റിപ്പോർട്ടിൽ പറയണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്ലാവ് അവിടെ നിൽക്കുന്നുണ്ട് ആർക്കാ ഉപകാരം? എനിക്ക്. അതാണ് പറയണത്. പിന്നെ അടുത്ത ആഴ്ച പഞ്ചായത്തില് ഒരു ആടുകളെ വിതരണം ചെയ്യുന്നുണ്ട്. ഒരാടിന് കിട്ടാൻ എഴുതി കൊടുത്തോ. അപ്പൊ ഈ പ്ലാവിന്റെ എല്ലാം അടിച്ചു വരുന്നു, ആടിനിട്ട് കൊടുക്കുന്നു, ആട് നമുക്ക് പാല് തരുന്നു. അപ്പൊ അതിലേക്ക് ഉപകാരം ആർക്കാ? എനിക്ക്. അതാണ് പറഞ്ഞത്. പ്ലാവ് അവിടെ നിൽക്കുന്ന കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉള്ളത്? എനിക്ക് ഗുണം. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പഞ്ചായത്തിൽ വെച്ച് കാണാം. ഓ, ജാനകിയുടെ പ്ലാവ് ഉള്ളത് കൊണ്ട് എനിക്ക് ഉപകാരമായി.